വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം ഗൈസ് ഇപ്പോൾ രാത്രി 11:15. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് ഇന്ന് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് മുന്നേ മഴ ആയതുകൊണ്ട് നമുക്ക് നടന്നില്ല. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ നേരത്തെ പുറത്ത് പോയിണ്ടായില്ലേ. അപ്പോൾ നേരത്തെ വൈകിട്ട് പുറത്ത് പോയി വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു കവർ കണ്ടേ. ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, ഈ റൂമിൽ പ്രതീക്ഷിക്കേണ്ട ഒരു കവറും സാധനമൊക്കെ എന്താ. ഞാൻ പിന്നെ ഇവിടെ കിടന്ന് പറയും, ഞാൻ കാര്യമൊന്നും ആക്കിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ മറ്റേ നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ടല്ലോ, സല്ലു ഭായി. അപ്പോൾ അവൻ കൊണ്ടുവച്ച കവറാ. അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചാൽ ഒരു മിനിറ്റ്. ഇതാണ് ഇപ്പോൾ ഇവൻ്റെ പരിപാടി. ഞങ്ങളിവിടെ ഉറക്കണീൻ്റെ സമയത്തെ എന്താടാ പരിപാടി? എന്ത് ബൊക്ക? കാര്യം പറ. ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. സല്ലുബായിയുടെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി ഇതാണ് സല്ലുബായിന്റെ പരിപാടിയുടെ. നമ്മളാരും അറിയാണ്ട് അളിയൻ ബൊക്ക ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നമ്മളകത്ത് ബെഡ്റൂമിൽ കിടന്നിറങ്ങിക്കൊണ്ടിരുന്ന നമ്മള് മെല്ലെ നോക്കിയപ്പോൾ ഫോണിൽ ഒരു ചെറിയ വെട്ടം. നമ്മൾ വന്നു നോക്കിയ സമയത്ത് അളിയൻ അപ്പൊ ഇത് ഞാനെന്താ വിചാരിച്ചറിയോ, ഞാൻ വിചാരിച്ച സംഭവം വേറെ എന്തെങ്കിലും കോളേജിലേക്ക് വല്ല ഇവന് മറ്റേ ഫാഷൻ ഷോനൊക്കെ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വല്ലതായിരിക്കുന്നു. അപ്പോൾ ഞാൻ വലിയ മൈൻഡാക്കില്ല. ഇപ്പോൾ ആണെങ്കിൽ പകത്തുനിന്ന് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവനിവിടെ ബൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നാളെ ഏതോ ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അളിയനോട് ഇന്നലെ മറ്റവൻ പറഞ്ഞ് പൂവ് കൊടുത്താൽ മതി. പൂവ് കൊടുത്തു കഴിഞ്ഞാൽ അളിയൻ പൂവ് കിട്ടാത്തത് കൊണ്ട് അളിയൻ ബൊക്ക മേടിച്ച് വന്നിട്ട് ബൊക്ക ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എവിടെ നോക്കിയോ ഗ്ലൂ ഒപ്പിച്ച്. ഭക്ഷണം കഴിക്കാൻ ഇവിടെ കാശില്ല. രാത്രി അതും പോട്ടെ, രാത്രി നമ്മൾ നോക്കിയപ്പോ എന്തോ 11 മണിക്ക് സാധനം റിബൺ കറക്റ്റ് ആയില്ലെന്ന് പറഞ്ഞോണ്ട് വീണ്ടും വണ്ടി എടുത്തോണ്ട് പോയി ഏതോ അങ്ങ് ദൂരെ ഏതോ വീണ്ടും അടുത്ത ഒരു അരമണിക്കൂർ മുന്നേ ഇവിടുന്ന് റിബണ് അതായത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയിട്ട് അളിയൻ വന്നിട്ട് പിന്നെ പരിപാടി ചെയ്യുക. ആ സമയത്താണ് ഞാൻ ചോദിച്ചത് എന്തിനാടാ ഇത്, എന്താ സംഭവം ചോദിച്ചപ്പോൾ അളിയൻ പറയുന്നത് അളിയനെ ഗേൾഫ്രണ്ട് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ഞാൻ ഈ മക്കളോടൊക്കെ പറയുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കെന്താ പറയാനുണ്ടോ? നമുക്കൊന്നും പറയാനില്ല. നമുക്കിനി കാത്തിരുന്ന് കണ്ടറിയാനൊക്കെ എന്തോ നടക്കുന്നത്. ഇതിൻ്റെ ഈ വീഡിയോ ഞാനൊരു 2 പാർട്ടായിട്ട് ഇടാം. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റ്. ഇതിനെന്തായാലും അളിയ മിക്കവാറും നാളെ ഈ ബൊക്കയും കൊണ്ട് പോയിട്ടേ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ കുറെ ഉപദേശിച്ച്. ഇനി ഒരു മനുഷ്യനെ നമ്മൾ എത്ര ഉപദേശിക്കുക. എന്താ നമ്മൾ വിചാരിച്ച പയ്യന്റെ ആഗ്രഹമല്ലേ, അതെ, പോയി എന്താന്ന് വെച്ചാ വാങ്ങിക്കും, കിട്ടുന്ന മേടിച്ചിട്ട് വരിക, ഇവിടെ കിടക്കുക. ഇവിടെ പിന്നെ നമുക്ക് കിടക്കാനൊക്കെ നല്ല സൗകര്യം, ഒരു ഹോം ടൂർ പോലെ കാണിച്ചു തരാം ഞാൻ. ഇവിടെ നമുക്ക് കിടക്കാൻ കുറെ സൗകര്യം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ മെല്ലെ കിടന്നാൽ മതി. ഇവിടെ 2 ബെഡ്, അതേപോലെ അകത്ത് 2 ബെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന സമയത്ത് പുറത്തോട്ടൊരു ബെഡും കൂടി എടുത്തിട്ടതാണ്. അപ്പോൾ ഇവനിവിടെയാണ് കിടക്കുന്നത്. ഇവൻ വേറെ റൂമിലായിരുന്നു, ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. അപ്പോൾ ഇതൊക്കെ കാണണം ഒരു ദിവസം കടന്നു പോവാൻ. ഒരു ദിവസം ഇപ്പം കടന്നു പോവാന്ന് പറയുന്നത് എന്തൊക്കെ കാണണം എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. അത് നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് നമ്മൾ 2 ബാച്ചിലേഴ്സ് ഉള്ള റൂമിൽ ഒരുത്ത ഇവിടുന്ന് ബൊക്ക തുന്നുക നാളെ കൊടുക്കാൻ വേണ്ടി. ആലോചിച്ച് ഞാൻ അവരുടെ ഫീസ് കടിച്ചു. എന്താടാ നിനക്കെന്താ പറയാനുള്ള, നീ അത് പറ. എന്തെല്ലോ പരിപാടി ഉണ്ട്, തോക്കൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തോ പരിപാടി എന്ന് മനസ്സിലായില്ല. എന്തൊക്കെ പരിപാടികളുണ്ട്. കാര്യം എന്തെല്ലോ പരിപാടി ഉണ്ട്. മെയ്ത്തിരി കത്തിക്കുന്നുണ്ട്, പിന്നെ റിബണ് മേടിച്ചിട്ടുണ്ട്, ബൊക്ക ആക്കുക നോക്കിയാന്ന് പറയുന്നത്. ആ ബൊക്ക റെഡി ആയി കഴിഞ്ഞാൽ ഞാനിതിൽ ആഡ് ചെയ്ത് തരാം. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വ്ളോഗ് അങ്ങ് എടുത്തതേ ഉള്ളൂ. പിന്നെ എന്തായാലും നാളെ ഇതിന്റെ ബാലൻസ് എന്താണ് രാവിലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ ഞാൻ നോക്കി ഇവിടെ ഇന്നലെ നമ്മൾ ആ വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ ചളി എന്തെല്ലോ പാട്ടൊക്കെ വെച്ച് പുറത്ത് കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഗ്ലിംസ് പോലെ ഞാൻ ആഡ് ചെയ്ത് തരാം. എന്ത് പറയാം, നിങ്ങൾ കാണുന്നവര് വേണം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ.
പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടാ, നാളെ അത് റെഡി ആയി കഴിഞ്ഞാൽ അവന്റെ പാർട്ടി അല്ല നമ്മൾ പിന്നെ സമ്മതിച്ചു അതല്ല, കൊടുക്കണം. പുള്ളി എടുക്കുന്ന ഒരു എഫേർട്ട്. എടാ നാളെ റെഡി ആയ പാർട്ടി ഇല്ലേടാ? നാളെ റെഡി ആയാൽ അവന്റെ വക ഇവിടെ പാർട്ടിയാ. എന്താ പാർട്ടി? എന്തുവാ അവ സെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സമ്മതിക്കണം, വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ പാർട്ടി. എടുക്കുന്നതിന്റെ എഫർട്ടിന്റെ ഇത് നമ്മൾ സമ്മതിക്കണം. അത് സമ്മതിക്കണം, പിന്നെ അത് മസ്റ്റ് അല്ലേ. ഈ കാലത്ത് ഏതെങ്കിലും ഒരു പങ്കജിന് വേണ്ടിയിട്ട് കൂടിപ്പോയ ഏതെങ്കിലും നമ്മളൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ സല്ലുബായി അങ്ങനെ ചെയ്തല്ലോ. അതാണ്. അപ്പോൾ ഗൈസ് നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും ഇതേപോലത്തെ സല്ലുബായിമാർ. അവരെ എന്തായാലും ഇതിൽ ടാഗ് ചെയ്യാം. എനിക്കത്രേ പറയാറുള്ളൂ. ബാക്കി ഞാൻ ബൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം അവർ ബ്ലോഗ്. സൈനിങ് ഓഫ് ഫ്രം അവർ ബ്ലോഗ്. ബൈ ബൈ. ഹൈ ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം 2 മണി. ഞങ്ങളിപ്പോൾ ജസ്റ്റ് പുറത്ത് പോയി വന്നതാണ്. നേരത്തെ ആ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അതിന് സന്തോഷം നോക്കിയടാ. നാളെ തേമ്പോടെ കോൺഫിഡന്റ് ആയിരുന്ന സാർ അണ്ണൻ പറഞ്ഞിട്ടോട്ടെ. അപ്പൊ ഗൈസ് ബാക്കി അടുത്ത വീഡിയോ, ഇതിന്റെ അടുത്ത പരിപാടി. എടാ ബൊക്കെ ഒന്നുകൂടി കാണിച്ചടാ, ബൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഗൈസ് ഇതാണ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം. നൈസായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഗൈസ് ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയാം കേട്ടോ.